I'm Natasha, your content marketing coach. നിങ്ങളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണോ അല്ലെങ്കിൽ കോണ്ടന്റ് എഴുതുന്ന ഒരാളാണോ ഫ്രീലാൻസിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയിലൊക്കെ യു വിൽ ബി തിങ്കിങ് ദാറ്റ് വൈ ഐ എം ആസ്കിങ് സച്ച് എ ക്വസ്റ്റ്യൻ. സംഭവം ഇത്രയേ ഉള്ളൂ, കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ടയറിംഗ് ആയിട്ടുള്ളൊരു ജോബാണ് എപ്പോഴും പുതിയ കണ്ടന്റുകൾ അല്ലെങ്കിൽ ദിവസവും പുതിയ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. കണ്ടന്റുകൾ പുതിയ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ ഓഡിയൻസ് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അത് അട്രാക്റ്റീവ് ആയിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കത്തുള്ളൂ. പുതിയ കണ്ടന്റുകൾ എല്ലാ ദിവസവും ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു ടയറിംഗ് ആയിട്ടുള്ളൊരു ജോബാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, പല കണ്ടന്റ് ക്രിയേറ്റേഴ്സുകളും ഫെയിൽ ആവുന്ന ഒരു പോയിന്റാണ് കണ്ടന്റ് ക്രിയേഷൻ്റെ കൺസിസ്റ്റൻസിയും അതേപോലെ ഫ്രീക്വൻസിയുടെ പേസും നിലനിർത്തുക എന്നുള്ളത്. എല്ലാ ഓഡിയൻസിനും പുതിയ കണ്ടന്റുകൾ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാലേ അവർ നമ്മൾ പറയുന്ന സാധനങ്ങൾ കേൾക്കാനും അത് വാങ്ങിക്കാനും റെഡി ആവത്തുള്ളൂ. യു നോ വാട്ട്, കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു ഗോൾഡൻ റൂള് തന്നെ മോർ കോണ്ടന്റ് ഇസ് ഈക്വൽ ടു മോർ റീച്ച് വിച്ച് ഇസ് ഈക്വൽ ടു മോർ പ്രോഫിറ്റ് അല്ലെങ്കിൽ മോർ കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഈക്വേഷൻ്റെ അകത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു സാധനമാണ് മോർ കോണ്ടന്റ് എന്നുള്ളത്. യു വിൽ ബി തിങ്കിങ് ദാറ്റ് ഇതെങ്ങനെയാണ് പോസിബിൾ ആവാം, ഇതിന് വല്ല റൂളോ അല്ലെങ്കിൽ ഇതിന് വല്ല സ്റ്റെപ്പോ ടെക്നിക്കോ വല്ലതുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. വാട്ട് ഇഫ് ഐ സേ ദിവസവും കണ്ടന്റ് പുതിയതുണ്ടാക്കാൻ വലിയ ടയറിംഗ് ആയിട്ടുള്ള പ്രശ്നമൊന്നുമല്ല? ഡൗട്ട് ഉണ്ടല്ലേ? ഡോണ്ട് വറി, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് സ്ട്രെസ് ഫ്രീ ആയിട്ട് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് തന്നെ പല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. സോ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഒരു കോണ്ടന്റിനെ തന്നെ റീയൂസ് ചെയ്യുക എന്നുള്ളത്. നൗ യു വിൽ ബി ഹാവിങ് അനദർ ഡൗട്ട്, ഞാൻ ഒരു കോണ്ടന്റിനെ തന്നെ റീയൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഓഡിയൻസിന് അതൊരു അറഗൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇഗ്നോറൻ്റ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യില്ലേ ഞാൻ എല്ലാ സ്ഥലത്തും ഒരേ കണ്ടന്റ് തന്നെ യൂസ് ചെയ്യണം? വാട്ട് ഇഫ് ഐ സേ എല്ലാ ഓഡിയൻസും എല്ലാ പ്ലാറ്റ്ഫോമും ഒരു കാരണവശാലും വാച്ച് ചെയ്യില്ല? നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു യൂട്യൂബ് വീഡിയോൻ്റെ അകത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കോണ്ടന്റുകൾ ഞാൻ CDAയുടെ പേജിൽ ഒരു ബ്ലോഗായിട്ട് പബ്ലിഷ് ചെയ്താണെങ്കിൽ നിങ്ങൾ പോയി വായിക്കുമോ? Definitely no, because some people love to watch videos and some people love to read blogs. ഇപ്പോൾ ലെങ്തി ആയിട്ടുള്ള ബ്ലോഗുകൾ വായിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം they'll be going in a different platforms. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ, ബേസിക്കലി people consume content differently from different platforms. ഈ ഒരു പോയിന്റ് നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. Now we are going to discuss how you can reach to more people. അതുപോലെ തന്നെ നിങ്ങളുടെ കൺവേർഷൻ റേറ്റ് കൂട്ടലൊക്കെ റീയൂസിങ് എന്നുള്ളൊരു ടെക്നിക്ക്, അതായത് റീപർപ്പസിങ് എന്നുള്ളൊരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് സാധ്യമാക്കാം. അതേപോലെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന കോണ്ടന്റ്, തിങ്ക് ഇറ്റ് ഇസ് എ യൂട്യൂബ് വീഡിയോ. ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു യൂട്യൂബ് വീഡിയോ ആണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ആദ്യത്തെ കോണ്ടന്റ് എന്നുള്ളത്. അതിന് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള തോട്ട്സും സാധനങ്ങളൊക്കെ വേണം, അതേപോലെ ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ വേണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. സോ ഇറ്റ് ഇസ് എ ലെങ്തി വൺ. ആ ലെങ്തി ആയിട്ടുള്ള യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വീഡിയോനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബ്ലോഗ് ആക്കിയിട്ട് മാറ്റണം. ബ്ലോഗ് ആക്കിയിട്ട് മാറ്റുമ്പോൾ ഒബ്വിയസ്ലി യു വിൽ ബി ആഡിങ് സംതിങ്. അതേപോലെ തന്നെ ചില സാധനങ്ങൾ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് നമ്മൾ സബ്സ്ക്രൈബ് ആവുമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അതൊന്നും ഒരു കാരണവശാലും ഒരു ബ്ലോഗിൻ്റെ അകത്ത് എഴുതാൻ വേണ്ടി പറ്റില്ല. So you have to make the changes and you are using the same video content as your blog. നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോഗിൻ്റെ പേജിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ബ്ലോഗായിട്ട് സെയിം യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ള കോണ്ടന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീയൂസ് ചെയ്യാം. സോ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കോണ്ടന്റ് വീഡിയോ എന്ന് വിചാരിക്കാം. നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് നിങ്ങൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു കോണ്ടന്റ്. അതായത് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ടീം മെമ്പേഴ്സിനായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു യൂട്യൂബ് വീഡിയോയിലേക്കുള്ള ആദ്യത്തെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. എന്തായാലും അത് ലെങ്തി ആവല്ലോ. ഈ യൂട്യൂബ് വീഡിയോൻ്റെ അകത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള സെയിം കോൺസെപ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ കോണ്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോഗായിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഐ നോ, ബ്ലോഗായിട്ട് പബ്ലിഷ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ വരുത്തണം. ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒരു ബ്ലോഗാക്കി മാറ്റാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ നിങ്ങൾ എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എൻഡ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഞാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. അതൊന്നും നിങ്ങൾക്ക് ബ്ലോഗായിട്ട് അല്ലെങ്കിൽ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആദ്യം നമ്മളൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി ആ യൂട്യൂബ് വീഡിയോനെ നമ്മൾ എന്ത് ചെയ്തു, ബ്ലോഗായിട്ട് നിങ്ങളെ വെബ്സൈറ്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലോഗ് പേജിൻ്റെ അകത്തോ നമ്മൾ പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്യുമ്പം നിർബന്ധമായിട്ടും കീവേഡ്സുകളെ നമ്മൾ ഫോക്കസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളെ SEOനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇനി നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ബ്ലോഗ് തന്നെ ഒരു മാറ്റവും വരുത്തണ്ട,
ആ ബ്ലോഗിനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ലിങ്ക്ഡിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ബ്ലോഗുകളെ നമ്മൾ ലിങ്ക്ഡിൻ്റെ അകത്ത് ആർട്ടിക്കിളായിട്ടാണ് മൂന്നാമതായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ ലിങ്ക്ഡിൻ്റെ അകത്ത് ആർട്ടിക്കിളാണ് പറഞ്ഞു. ഇനി നാലാമതായിട്ട് നമ്മൾ നേരത്തെ പബ്ലിഷ് ചെയ്തിട്ടുള്ള സെയിം യൂട്യൂബിലുള്ള വീഡിയോ, ആ വീഡിയോനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, നമ്മുടെ അല്ല ബിസിനസ്സിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് രീതിയിൽ, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പോസ്റ്റുകളായിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം. അതായത് നമുക്ക് ലിങ്ക്ഡിനിൽ ഇടാം, നമ്മൾ ഫേസ്ബുക്കിനകത്ത് ഇടാൻ വേണ്ടി പറ്റും, ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി പറ്റും. ഇവിടെയൊക്കെ ഓഡിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ വി ആർ റീച്ചിങ് ഔട്ട് ടു എ ന്യൂ ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഇൻ എവറി സിംഗിൾ സോഷ്യൽ മീഡിയ. ഇനി നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം യൂട്യൂബ് വീഡിയോന് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്സുകളായിട്ടും റീൽസുകളായിട്ടും പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഈ റീൽസിൻ്റെ അകത്തും ഷോർട്സിൻ്റെ അകത്തുമാണ് സൂപ്പർ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പോയിന്റേഴ്സുകൾ നമുക്ക് അതിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, വിച്ച് വിൽ ലീഡ് ദീസ് ഓഡിയൻസ് ടു വാച്ച് അവർ യൂട്യൂബ് വീഡിയോസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എത്രയേ ഉള്ളൂ, നേരത്തെ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് വീഡിയോസിനെ സെയിം നമ്മൾ ഷോർട്സുകളായിട്ടും റീൽസുകളായിട്ടും നമുക്ക് നമ്മുടെ ഓഡിയൻസിന് മുന്നിലോട്ടേക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന വേറൊരു ഫോർമാറ്റാണ് കെറോസൽസ് എന്ന് പറയുന്നത്. കെറോസൽസുകളെ ബേസിക്കലി നമ്മൾ പറയുന്നത് ഇമേജ് റിലേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് എന്നുള്ളതാണ്. അതായത് ഇമേജിലൂടെയാണ് നമ്മൾ ഓഡിയൻസിന് അടുത്തോട്ടേക്ക് പല ഇൻഫർമേഷൻസുകളും കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അത് ഇൻഫോഗ്രാഫിക്സുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു ബ്ലോഗ് വായിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം മേ ബി ദാറ്റ് പേഴ്സൺ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു റീഡ് എ കെറോസൽ. അപ്പോൾ കെറോസൽസുകളായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയൻസിലേക്ക് കണ്ടന്റുകൾ പാസ് ചെയ്യാം. ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, മൾട്ടിപ്പിൾ ഫോർമാറ്റ്സുകളിലാണ് നമ്മൾ ഓഡിയൻസിന് അടുത്തോട്ടേക്ക് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഓഡിയൻസിന് അടുത്തോട്ടേക്ക് റീച്ച് ഔട്ട് ചെയ്തത് തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് ഓഡിയൻസിലേക്കാണ്. ഇനി ഇതൊക്കെ ഒറ്റ സമയത്ത് ചെയ്ത കണ്ടന്റുകളാണെങ്കിൽ ഈ സെയിം കണ്ടന്റുകളെ തന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും റീയൂസ് ചെയ്യാം. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ ചിലപ്പം സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടത് ഒരു പോയിന്റ് ആയിരിക്കും, ആ വീഡിയോൻ്റെ അകത്ത് തന്നെ മൾട്ടിപ്പിൾ പോയിന്റേഴ്സുകൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പോസ്റ്റേഴ്സുകളായിട്ട് ഓഡിയൻസിന് മുന്നിലോട്ട് പ്രൊവൈഡ് ചെയ്യാം. സോ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളെ മാർക്കറ്റിംഗ് ഗോളുകൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഈ രീതിയിൽ നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളെ കണ്ടന്റ് ക്രിയേഷനിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. സോ ഈ രീതിയിലുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് CDA യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Thank you so much.